Next topic is process control block. What is meant by process control block? Process control block is a piece of information that contains more details about the process. Okay, each process is represented in operating system by a process control block called PCB, or another name is task control block. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഓരോ പ്രോസസ്സും അതിൻ്റെ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യുന്നത് ഇങ്ങനെ ഈ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയുന്ന ഡാറ്റയായിട്ടാണ്. ദാറ്റ് ഈസ് പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് കണ്ടെയ്ൻസ് മെനി പീസസ് ഓഫ് ഇൻഫോർമേഷൻ അസോസിയേറ്റഡ് വിത്ത് സ്പെസിഫിക് പ്രോസസ്. പ്രോസസ്സിൻ്റെ ഒരുപാട് ഡീറ്റെയിൽസ് അതിൽ സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഒരു ഫോമാറ്റ് ഉണ്ട് പ്രോസസ് കൺട്രോൾ ബ്ലോക്കിന്, സ്ട്രക്ചർ ഉണ്ട്. അത് പ്രകാരം ഓരോരോ ഡീറ്റെയിൽസുമാണ് ആ പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൽ സ്റ്റോർ ചെയ്യുന്നത്. എന്തെങ്കിലും സ്റ്റോർ ചെയ്യല്ല, പകരം അതിൻ്റെ പോയിന്റേഴ്സ്, പ്രോസസ് സ്റ്റേറ്റ്സ്, പ്രോസസ് നമ്പർ, പ്രോഗ്രാം കൗണ്ടർ വാല്യൂ, രജിസ്റ്റേഴ്സ്, മെമ്മറി ബ്ലോക്സ്, ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ് എക്സെട്ര. അപ്പം ഈ ഒരു പ്രോസസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫയലും അതിൽ സ്റ്റോർ ചെയ്യണം. അപ്പം നമ്മളൊരു കോർട്ടിലൊരു കേസ് ആണെങ്കിൽ ഒരു കേസ് ഫയൽ എന്ന് പറയില്ലേ, അപ്പോൾ ആ കേസിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫയലിലെ ഡീറ്റെയിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെയാണ് ഈ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറയുന്ന ഇത് കൺസെപ്റ്റും. അതായത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഒന്നിൽ കൂടുതൽ പ്രോസസ്സ് പാരലലി റൺ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു പ്രോസസ്സ് ജസ്റ്റ് ഒരു ഐഡിയലായിരിക്കുന്ന സമയത്ത് വേറെ പ്രോസസ്സ് ആക്റ്റീവ് ആവും, വീണ്ടും മറ്റേ പ്രോസസ്സ് ആക്റ്റീവ് ആവും. അപ്പോൾ ഇങ്ങനെ സ്വിച്ച് ചെയ്ത് ആണ് ഈ പ്രോസസ്സുകൾ റൺ ചെയ്യുന്നത് പാരലലി. അപ്പോൾ റൺ ചെയ്യുന്ന സമയത്ത് ആ പ്രോസസ്സിൻ്റെ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ബ്ലോക്കായിട്ട് സേവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താലും നമുക്ക് വീണ്ടും അത് ആക്റ്റീവ് ആകുന്ന സമയത്ത് വീണ്ടും പഴയ സ്റ്റേറ്റിലേക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു സിസ്റ്റം ഷട്ട് ഡൗൺ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവരോട് നമ്മൾ ചോദിക്കാറുണ്ട് റീസ്റ്റോർ ദ പേജസ് എന്നൊക്കെ. അപ്പോൾ അതായത് അതിന് തൊട്ട് മുന്നത്തെ വരെ ഉള്ള ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് റീസ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതേ കൺസെപ്റ്റ് തന്നെയാണ് പ്രോസസ്സിനും. പ്രോസസ്സിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ കറൻ്റ്ലി അത് ഏതുവരെ എത്തി, എത്രയാണ് അതിൻ്റെ ആക്റ്റീവ് സ്റ്റേഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. സോ ഈച്ച് പ്രോസസ് റെപ്രസെൻറ്റഡ് ഇൻ എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ബൈ എ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഓരോ പ്രോസസ്സും പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആൻഡ് അനദർ നെയിം ഈസ് ടാസ്ക് കൺട്രോൾ ബ്ലോക്ക്. പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് contains many pieces of information and these include the following details. ഇതാണ് അതിൻ്റെ ഡയഗ്രാം. ഇതിൽ ഓരോന്നും എന്താണെന്നാണ് പഠിക്കാനുള്ളത്. സോ ദിസ് ഇസ് എ പോയിന്റർ and the process state. Pointer to that points this process control block, and process state, process number, program counter and the registers, memory limits and list of options. ഇതൊക്കെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. വൺ ഈസ് പ്രോസസ് സ്റ്റേറ്റ്സ്. നമ്മൾ ഓൾറെഡി പ്രോസസ് സ്റ്റേറ്റ്സിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രോസസ്സ് ഏത് സ്റ്റേറ്റിലാണ് എന്നുള്ളത് ഇവിടെയാണ് സ്റ്റോർ ചെയ്തിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആക്റ്റീവ് സ്റ്റേറ്റ്, ഐഡിൽ, വെയിറ്റിംഗ് സ്റ്റേറ്റ്. അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഇപ്പോൾ ഈ പ്രോസസ്സ് ഉള്ളത് എന്നുള്ളത് അറിയണമെങ്കിൽ അതിൻ്റെ പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലെ പ്രോസസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന വാല്യൂബിളിൻ്റെ വാല്യൂ ഫെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് സ്റ്റേറ്റിലാണ് ഒക്യുപ്പൈ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. സോ പ്രോസസ് സ്റ്റേറ്റ് മേ ഹാവ് വാല്യൂസ് ലൈക്ക് ന്യൂ സ്റ്റേറ്റ്, റെഡി, റണ്ണിങ്, വെയിറ്റിംഗ്, ഹോൾട്ടഡ് എക്സെട്ര. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു വാല്യൂസ് ആയിരിക്കും അതിലുണ്ടാവുക. അതിൻ്റെ അർത്ഥം ആ പ്രോസസ്സ് ഈ സ്റ്റേറ്റിലാണ്. ഫോർ എക്സാമ്പിൾ റണ്ണിങ് സ്റ്റേറ്റ്, വെയിറ്റിംഗിലാണ് വെയിറ്റിംഗ് സ്റ്റേറ്റ് എക്സെട്ര. സോ പ്രോസസ് സ്റ്റേറ്റ് എന്ന് പറയുന്ന വാല്യൂബിളിൻ്റെ വാല്യൂസ് ഇത്രയായിരിക്കും. നെക്സ്റ്റ് വാല്യൂ ഈസ് പ്രോഗ്രാം കൗണ്ടർ. പ്രോഗ്രാം കൗണ്ടർ ഇൻഡിക്കേറ്റ്സ് ദ അഡ്രസ് ഓഫ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ ടു ബി എക്സിക്യൂട്ടഡ് ഫോർ ദ പ്രോസസ്. ആ പ്രോസസ്സിനെ സംബന്ധിച്ച് അടുത്ത് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്യുന്നത് പ്രോഗ്രാം കൗണ്ടറിലായിരിക്കും. ഇതിനെങ്ങനെ ഫെച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പ്രോസസ്സ് ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മിഡിലിൽ വെച്ചിട്ട് ആ പ്രോസസ്സിനെ പെട്ടെന്ന് ഐഡിൽ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്നു. വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ അത് റിയാക്റ്റീവ് ആയിരുന്നു. അപ്പോൾ ഏത് വരെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം. അത് എന്നാൽ മാത്രമാണ് പിന്നെ അത് ആക്റ്റീവ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറയുന്ന വാരിയബിളിൽ the counter indicates address of the next instruction to be executed for this process. ആ പ്രോസസ്സിലെ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷൻ ആണ് പ്രോഗ്രാം കൗണ്ടറിനെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. നെക്സ്റ്റ് ഈസ് CPU registers. CPU registers may vary the number and type depending on the computer architecture. ഓരോ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അനുസരിച്ചിട്ട് അതിൻ്റെ നമ്പർ ഓഫ് രജിസ്റ്റേഴ്സ് ആൻഡ് ദ ടൈപ്പ് അതൊക്കെ ഡിഫറെൻ്റ് ആണ്. Mainly include accumulators, index registers, stack pointers, general purpose registers, etc. ഇത് നിങ്ങൾ ആർക്കിടെക്ചർ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ പഠിക്കും. നമുക്ക് കുറേ രജിസ്റ്റേഴ്സ് ഉണ്ട്. രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ
വാരിയബിൾസ് ആണ്. അതിൽ ഡാറ്റാസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്റ്റോർ ചെയ്തിട്ടുള്ള രജിസ്റ്റർ മെമ്മറി ലൊക്കേഷൻസ് ആണ്. അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ റൺ ചെയ്യുന്നതൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് രജിസ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട് ആർക്കിടെക്ചറിൽ. അക്യുമുലേറ്റർ, ഇൻഡെക്സ് രജിസ്റ്റർ, സ്റ്റാക്ക് പോയിന്റേഴ്സ്, ജനറൽ പർപ്പസ് രജിസ്റ്റർ എക്സെട്ര. അത് ഡീറ്റെയിൽ ആയിട്ട് ആർക്കിടെക്ചർ പഠിക്കും. അപ്പോൾ അത്തരത്തിലുള്ള രജിസ്റ്റേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത് CPU രജിസ്റ്റേഴ്സ് എന്നുള്ളത്. അത് ഓരോ ആർക്കിടെക്ചർ അനുസരിച്ച് ഡിഫറെൻ്റ് ആണ്. സോ എന്തിനായി രജിസ്റ്റേഴ്സ് യൂസ് ചെയ്യാനെന്ന് വെച്ചാൽ നമ്മൾ ആ പ്രോസസ്സിൻ്റെ റൺ ചെയ്യുന്നതിനനുബന്ധിച്ച് അതിൻ്റെ ഡാറ്റാസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ഈസ് CPU ഷെഡ്യൂളിംഗ് ഇൻഫോർമേഷൻ. This information include process priority and pointers to scheduling queues etc. CPU ഷെഡ്യൂളിംഗ് ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രോസസ്സിന്റെ പ്രയോറിറ്റി. എത്ര പ്രയോറിറ്റി ഉള്ള പ്രോസസ്സാണ്? ഹൈ പ്രയോറിറ്റി ആണോ, ലോ പ്രയോറിറ്റി ആണോ? ആൻഡ് പോയിന്റേഴ്സ് ടു ഷെഡ്യൂളിംഗ് ക്യൂസ് ഷെഡ്യൂൾ ചെയ്യുന്നതിനുള്ള ഏത് ക്യൂവിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്, ആ പോയിന്റ്, അപ്പോൾ ആ ക്യൂവിന് പോയിന്റ് ചെയ്യുന്ന പോയിന്റർ. ഷെഡ്യൂളിംഗ് ക്യൂസ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സ് ഏത് ഷെഡ്യൂളിംഗ് ക്യൂ ഒരു അനുസരിച്ചിട്ടാണ് റൺ ചെയ്യുന്നത്, അതനുസരിച്ച് അതിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിന്റേഴ്സ്. Next is memory management information. This information includes the value of the base and limit registers and the page tables, segment tables. Memory management information വരുന്നതും ഇതേപോലെ തന്നെ കുറച്ച് രജിസ്റ്റേഴ്സിന്റെ വാല്യൂസ് ആണ്. ബേസ് രജിസ്റ്റർ, ലിമിറ്റ് രജിസ്റ്റേഴ്സ് ആൻഡ് പേജ് ടേബിൾ, സെഗ്മെന്റ് ടേബിൾ. ഇതൊക്കെ ഈ ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ഡാറ്റാസ് ആണ്. അതൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ആ പ്രോസസ്സിനെ റൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ഡാറ്റാസ് ആണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കാം. സോ ദാറ്റ് ഈസ് കംസ് അണ്ടർ ദ മെമ്മറി മാനേജ്മെന്റ് ഇൻഫോർമേഷൻ. ദിസ് ഇൻഫോർമേഷൻ ഇൻക്ലൂഡ് ദ വാല്യൂ ഓഫ് ബേസ് രജിസ്റ്റർ, ലിമിറ്റ് രജിസ്റ്റർ, പേജ് ടേബിൾ, സെഗ്മെന്റ് ടേബിൾ. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആർക്കിടെക്ചർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നതാണ് ഈ പേജ് ടേബിൾ, സെഗ്മെന്റ് ടേബിൾ. എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ അതൊക്കെ പ്രോസസ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഡീറ്റെയിൽ പഠിക്കും. അപ്പോൾ അതൊക്കെ സ്റ്റോർ ചെയ്യുന്നത് മെമ്മറി മാനേജ്മെന്റ് ഇൻഫോർമേഷനാണ്. നെക്സ്റ്റ് ഈസ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ്. This information includes the amount of CPU and real time used, the time limits, accounts numbers, job, process etc. അതായത് ആ പ്രോസസ്സിനെ സംബന്ധിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അക്കൗണ്ട് ചെയ്തിരിക്കുന്നത് ഈ വാരിയബിൾസിലാണ്. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് അക്കൗണ്ട്സ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്ത് വെച്ചിരിക്കുക. അതായത് എത്ര തവണ അതിൻ്റെ CPU യൂസ് ചെയ്തു, അതുപോലെ തന്നെ ടൈം ലിമിറ്റ്സ്, അക്കൗണ്ട് നമ്പേഴ്സ്, ജോബ്, പ്രോസസ് നമ്പേഴ്സ് എക്സെട്ര. അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ അക്കൗണ്ടിങ് ചെയ്തിരിക്കുന്ന അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ഇൻഫോർമേഷൻ. ദിസ് ഇൻഫോർമേഷൻ ഇൻക്ലൂഡ് ദ ലിസ്റ്റ് ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അലോക്കേറ്റഡ് ടു ദിസ് പ്രോസസ് ആൻഡ് ലിസ്റ്റ് ഓഫ് ഓപ്പൺ ഫയൽസ് എക്സെട്ര. ലിസ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റാറ്റസ് ഇൻഫോർമേഷനിൽ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് അലോട്ടഡ് ആണ് ഈ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട്, അതുപോലെ ഏതൊക്കെ ഫയൽസ് ഓപ്പൺ ആണ്. ഇത്രയും ഡീറ്റെയിൽസ് ആണ് പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലുള്ളത്. അപ്പോൾ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് എ പീസ് ഓഫ് ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു എ പ്രോസസ്. ഓക്കെ, ഈ ഒരു ഫിഗറിന്ന് എങ്ങനെയാണ് ഈ പ്രോസസ് കൺട്രോൾ ബ്ലോക്കിലെ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്യുന്നതും അത് ആക്സസ് ചെയ്യുന്നതെന്നും ക്ലിയർ ആണ്. എങ്ങനെയാണ് അത് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കുന്നത് പ്രോസസ് P0 എന്ന് പറയുന്ന പ്രോസസ്സ് പാരലലി റൺ ചെയ്യുന്ന വേറെ പ്രോസസ്സാണ് P1. സോ ദർ ആർ ടു പ്രോസസ് P0 ആൻഡ് P1. ഇനീഷ്യലി P0 ഈസ് എക്സിക്യൂട്ടിംഗ്. ഓക്കെ, P0 എക്സിക്യൂട്ട് ചെയ്തിരുന്ന ഒരു പെർട്ടിക്കുലർ ടൈമിൽ ദാറ്റ് ഈസ് സ്വിച്ച്ഡ് ഇൻ ടു ഐഡിൽ സ്റ്റേറ്റ്. P0 എക്സിക്യൂട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് ഐഡിൽ സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സിക്യൂട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് ഐഡിൽ സ്റ്റേറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതുവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ആ പ്രോസസ്സിനെ സംബന്ധിച്ച് നമ്മൾ സ്റ്റോർ ചെയ്യണം. ദാറ്റ് ഈസ് പ്രോസസ് കൺട്രോൾ ബ്ലോക്കിൽ സ്റ്റോർ ചെയ്യണം. സോ ഈ പോയിന്റ് ഓഫ് ടൈമിൽ the details of PCB, that is process control block of 0 process, CCB ലേക്ക് ഇതിന്റെ സ്റ്റേറ്റ് എല്ലാം സേവ് ചെയ്തു. ഓക്കെ, എപ്പോഴാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്? ഐഡിൽ സ്റ്റേറ്റിലേക്ക് പോയത് സംതിങ് മേ ബി ഒരു ഇന്ററപ്റ്റ് ഓർ സിസ്റ്റം കോൾ വന്നപ്പോൾ ഇത് ഐഡിൽ സ്റ്റേറ്റിലേക്ക് പോയി. അപ്പോൾ അത് തൊട്ട് മുന്നേ ഇവിടെ വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അതുവരെയുള്ള ആ ഒരു സ്റ്റാറ്റസ് അത് PCB 0യിലേക്ക് സ്റ്റോർ ചെയ്തു. ഓക്കെ, ഈ ടൈമിൽ P0 റൺ ചെയ്യുന്നില്ല. പാരലലി നോക്കുമ്പോൾ CPU ഈസ് അലോട്ടഡ് ടു അനദർ പ്രോസസ് P1. P1നാണ് ഇപ്പോൾ CPUവിനെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ P1 എന്ത് ചെയ്തു? ഐഡിൽ സ്റ്റേറ്റിൽ നിന്ന് എക്സിക്യൂട്ടിംഗ് സ്റ്റേറ്റിലേക്ക് പോവാണ്. സോ P1 ഓൾറെഡി ഐഡിൽ സ്റ്റേറ്റിലായിരുന്നു. സോ ഒരു പെർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ P1 ഈസ് സ്റ്റാർട്ടഡ് ടു എക്സിക്യൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ P1 എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന് മുന്നേ ആ P1ന്റെ ഡീറ്റെയിൽസ് PCB1ൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ പ്രോസസ് കൺട്രോൾ ബ്ലോക്ക് ഓഫ് P1 പ്രോസസ്.
So we have to reload all that data, restore the data. So this point of time, we will reload all the states regarding PCB. Okay, now PCB is loaded to main memory. Then P1 is executing. Now P1 is executing. That is, P1 is executing means process P1 got CPU and it is executing now. Again, any interrupt or system call comes. This executing state is changed to idle state. So here it is stopped. So before stopping or leaving, all the details has to be stored. So again, that PCB1 is updated. So already some details is already there, but we have to update the new details. So here all the details are again saved to PCB1. Now that time it is again enter into the idle state. By the time, this time again P0 is got CPU and it is again changed to executing state. So before that we have to restore all the details from PCB1. So now we reload the states from PCB0. Okay. So this is the context of process control block. Thank you.